നമുക്ക് ബഹുമാനപ്പെട്ട സാറിനെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാം. അതോടൊപ്പം തന്നെ ഒരു എളിയ അപേക്ഷയുണ്ട്. പറ്റുന്ന ഒരു വീഡിയോ ഒന്ന് ഓണാക്കിയാൽ സന്തോഷമായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ക്ലാസ്സിൽ വളരെ ഉത്സാഹത്തോടുകൂടെ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. വിശേഷിച്ച് ഇന്ന് ആദ്യമായിട്ട് ഈ ക്ലാസ്സിൽ പങ്കുകൊള്ളുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും ഞങ്ങൾ കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞപ്പോൾ വ്യക്തിപരമായിട്ട് എനിക്ക് ചിലരെ മെസ്സേജ് ചെയ്യുകയും ചിലരൊക്കെ വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അവരുടെ സന്തോഷം അറിയിക്കുകയുണ്ടായി. പ്രത്യേകം ഞാൻ നന്ദി അറിയിക്കുക. നമ്മുടെ പഠനം വളരെ വേഗത്തിൽ തുടരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ നേരെ നമ്മുടെ പഠനത്തിലേക്ക് പ്രവേശിക്കാം എന്ന് വിചാരിക്കുക. ഈ പുസ്തകം എഴുതിയത് ആരാണ്? ഈ നിയമത്തിലെ 4-ാമത്തെ സുവിശേഷം എഴുതിയത് ആരാണ് എന്നുള്ള പഠനമാണ് അതിൻ്റെ സമയം, എഴുതിയ കാലം. ഇത് രണ്ടുമാണ് നമ്മൾ ഓത്തർ ആൻഡ് ഡേറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി വെച്ചത്. അതിൽ ആന്തരികവും ബാഹ്യവുമായ തെളിവുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലനാണ് ഈ സുവിശേഷം എഴുതിയത് എന്ന് പ്രാരംഭകാലം മുതൽ തന്നെ അംഗീകരിക്കപ്പെട്ടിരുന്നു എന്ന കാര്യം നമ്മൾ സ്ഥിരീകരിച്ച് പഠിക്കുകയുണ്ടായി. അതിലൊടുവിൽ നമ്മൾ ചിന്തിച്ചത് യോഹന്നാനെ പോലെ പ്രാധാന്യമർഹിക്കുന്ന ഒരു അപ്പോസ്തലന്റെ പേര് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല, ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മറ്റ് സുവിശേഷങ്ങളിൽ അഥവാ സമവീക്ഷണ സുവിശേഷങ്ങളിൽ 20 പ്രാവശ്യം യോഹന്നാന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, യോഹന്നാൻ അന്തർവൃത്തത്തിലെ അപ്പോസ്തലന്മാരിൽ ഒരാൾ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പേര് ഒരു കാരണവശാലും വിട്ടുപോകുന്നതല്ല. ഈ പുസ്തകത്തിൽ യോഹന്നാന്റെ പേര് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്, ഇത് യോഹന്നാൻ എഴുതിയതാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും പരമമായ തെളിവ്. ഇനി നമ്മൾ ഇന്നിപ്പോ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷമാണിത് എന്നുള്ളതിന് പ്രസക്തമായ ചില ന്യായങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. യോഹന്നാൻ തൻ്റെ പേര് പറയേണ്ടിടത്തൊക്കെ ഉപയോഗിച്ചത് വേറെ ചില വിശേഷണങ്ങളാണ്. പ്രത്യേകിച്ചും യേശുവിന് പ്രിയനായ ശിഷ്യൻ, യേശു സ്നേഹിച്ച ശിഷ്യൻ. 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു മറ്റേ ശിഷ്യൻ. ആ രണ്ടുപേരിൽ, യേശുവിനെ അനുഗമിച്ച 2 പേരിൽ ഒരുവൻ അഥവാ മറ്റേ ശിഷ്യൻ എന്ന് കാണാൻ കഴിയും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം. ആ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഈ യോഹന്നാൻ തന്നെയാണ് ഈ പുസ്തകം എഴുതിയത് എന്നുള്ളത് നമ്മൾക്ക് നിസ്തർക്കമായി തെളിയിക്കാനുള്ള ഒരു എവിഡൻസ് അവിടെ നമ്മൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. ഈ 20-ാം അധ്യായത്തിൽ ഈ യോഹന്നാൻ പറയുന്നുണ്ട്, ഈ പുസ്തകത്തിൽ, അത് നമുക്ക് പിന്നാലെ ചിന്തിക്കാം, 30-ാം വാക്യത്തിൽ യേശുക്രിസ്തു ശിഷ്യന്മാർ കാണുക യോഹന്നാൻ എഴുതിയത് കൂടാതെ അനേക അടയാളങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയും. എന്നാൽ 21-ാം അധ്യായത്തിൽ താൻ യേശുക്രിസ്തുവിനെ വിട്ടിട്ട് ഗന്നസരേത്ത് തടാകത്തിലേക്ക് മീൻപിടുത്തത്തിന്, ഉത്സാഹത്തോടിരിക്കണേ, മീൻപിടുത്തത്തിന് പോയ 7 പേരെ കുറിച്ച് പറയുന്നു. 7 പേർ. മനസ്സിലാവുന്നല്ലോ?
നോക്കിക്കേ, 21-ാം അധ്യായത്തില് 2-ാം വാക്യം നോക്കാം. ശീമോൻ പത്രോസ്, ദിദിമോസ് ദിദിമോസ് എന്ന തോമസ്, ഗലീലയിലുള്ള കാനായിലെ നഥനയേല്, സബദി മക്കള് എത്ര പേരാ? 2 പേര് അല്ലെ? സബദി മക്കള്. പിന്നെ അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേർ. അപ്പൊ എത്ര പേരുണ്ട്? കണക്ക് കൂട്ടിയിട്ട് പറയാമോ? ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ, എത്ര പേരുണ്ട്? 7 പേരുണ്ട് അല്ലെ? കൃത്യമായി 7 പേര്. 7 പേര്. ഞാൻ ഇവരെ വിളിക്കാറുള്ള പിന്മാറ്റക്കാരെന്ന്. ഇതിന്റെ അത്ഭുതം എന്താണെന്നറിയാമോ? നമ്മൾ ഈ കാര്യങ്ങൾ പഠിച്ചു പോകുമ്പോൾ ചില സന്ദേശങ്ങൾ കൂടെ ഉൾക്കൊള്ളണം. ഇവരെ എനിക്ക് വാസ്തവത്തിൽ ഈ നന്ദി കെട്ടവരെ ഓർക്കുമ്പോ വലിയ സഹതാപം, വലിയ ദയനീയമായ ഒരു മനോഭാവം ഉണ്ടാകും. 20-ാം അധ്യായം നോക്കിക്കേ, ഈ വിദ്വാൻമാരെല്ലാവരും പുനരുദ്ധാനം ചെയ്ത യേശുവിനെ കണ്ടവരാ, ഇല്ലേ? യേശുവിനെ കണ്ടു, പുനരുദ്ധാനം ചെയ്ത യേശുവിനെ കണ്ടുവരെ. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നവരെ കണ്ടു. ശീമോൻ പത്രോസ് കല്ലറയ്ക്കൽ ചെന്നു. യോഹന്നാൻ, സബദി മക്കളിൽ ഒരുവനായ യോഹന്നാൻ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയിൽ യേശു ഇല്ല എന്ന് കണ്ടു. തുടർന്ന് യേശുവിനെ അവന്റെ നേരിൽ കണ്ടു. ഇനിയും ദിദിമോസ് എന്ന തോമസ് ആണെങ്കിൽ, ദിദിമോസ് എന്ന തോമസ് ഉള്ളപ്പോൾ യേശു അവിടെ ചെന്നു. അവൻ യേശുവിനെ നേരിൽ കണ്ടു. കർത്താവിന്റെ പേര് വിളിച്ചേച്ച് പറഞ്ഞു, നീ നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ. ഈ മഹാന്മാരാണ്, പുനരുത്ഥാനം ചെയ്ത യേശുവിനെ കണ്ട ഈ പുണ്യാളന്മാരാണ്, ഈ മഹാന്മാരാണ് എന്ത് ചെയ്തത്? യേശുവിനെ വിട്ടിട്ട് പടകും വലയും എടുത്ത് പഴയ ജോലിക്ക് പോയത്. മനസ്സിലായോ? യേശുവിനെ കണ്ടിട്ട്, യേശുവിൽ നിന്ന് നന്മ അനുഭവിച്ചിട്ട്, യേശുവിനെ രുചിച്ചറിഞ്ഞിട്ട് പിന്മാറിപ്പോവുക എന്ന് പറഞ്ഞാൽ അതെത്രയോ ദുഃഖകരമായ കാര്യം. അപ്പൊ ഞാൻ ആ സംഭവം ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. 7 പേര്. ഇവര് നോക്കണം, അവിടെ എഴുതിയിരിക്കുന്ന ആ പ്രയോഗം നിങ്ങൾ നോക്കണം. ആ 2-ാം വാക്യത്തിൽ ഒടുവിൽ എഴുതിയിരിക്കുന്നത് വേറെ 2 പേര് ഒരുമിച്ച് കൂടിയിരുന്നു അല്ലേ? അപ്പൊ 7 പേര് കൂടി ഒരു യോഗം നടക്കുക. അപ്പൊ ഈ യോഗത്തിന് ഒരു പേര് കൊടുക്കാം. എന്താ? എന്ത് പേര് കൊടുക്കാം? പിന്മാറ്റക്കാരുടെ യോഗം, ഇല്ലേ? പിന്മാറ്റക്കാരുടെ യോഗം. ഇത് മിക്ക സ്ഥലങ്ങളിലും ഉണ്ട്. സഭയുടെ ഔദ്യോഗിക യോഗം സഭാ ഹാളിലോ മറ്റോ നടക്കുമ്പോ പിന്മാറ്റക്കാരുടെ യോഗം അപ്പുറത്ത് നടക്കും. ഉണ്ടോ? ഇത് പിന്മാറ്റക്കാരുടെ യോഗമാണ്. അവരെന്താ തീരുമാനിച്ചെന്ന് നോക്കിയേ. ഇതിന്റെ ലീഡർ ആരാണെന്ന് നോക്കിയേ. 3-ാം വാക്യത്തിന്റെ ഒന്നാമത്തെ വാക്യം എന്താ? ശീമോൻ. ലീഡർ ആരാ? ശീമോൻ പത്രോസ്. അവൻ പറയുന്നു നോക്കിയേ, ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു. എനിക്ക് യേശുവിനെ വേണ്ട, എനിക്ക് ഈ പണി വേണ്ട, ഈ അപ്പോസ്തലൻ എന്നുള്ള പണി എനിക്ക് വേണ്ട. ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. ഞാൻ ഒരു വാചകം ഇതിനോട് ചേർത്ത് പറയട്ടെ. പത്രോസേ, നീ മീൻ പിടിക്കാൻ തന്നെയാ പോകേണ്ടത്. യേശു കർത്താവ് നിന്നെ വിളിച്ചത് അതിനാ. നിന്നെ വിളിച്ച 1-ാം ദിവസം തന്നെ കർത്താവ് പറഞ്ഞു, നീ മനുഷ്യ മത്സ്യങ്ങളെ നിന്നെ ഞാൻ മനുഷ്യ മത്സ്യങ്ങളെ പിടിക്കുന്നവനാക്കും. സ്തോത്രം. അവൻ പോകേണ്ടത് മീൻപിടുത്തത്തിന് തന്നെയാണ്, മത്സ്യബന്ധനത്തിന് തന്നെയാണ്, പക്ഷെ കടലിലെ മീൻ പിടിക്കാനല്ല. ഇത് നോക്കുക, അവൻ പറഞ്ഞു ഞാൻ മീൻ പിടിക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോഴ് ശ്രദ്ധിച്ചോ, അടുത്ത 6 പേരും കൂടെ പറയുകയാണ് ഞങ്ങളും പോരും. ഞാനിത് പെട്ടെന്ന് പറഞ്ഞ്, നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഈ സന്ദേശങ്ങൾ കൂടെ നമ്മൾ ചിന്തിച്ചു പോകണമല്ലോ, അതുകൊണ്ട് ഞാനിത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഒരു പിന്മാറ്റക്കാരൻ ഒരിക്കലും തനിയെ പിന്മാറിപ്പോവുകയില്ല. അവന്റെ കൂടെ 6 എണ്ണത്തിനെയും കൊണ്ടേ പോകും.
മനസ്സിലായോ? ഏത് സ്ഥലത്ത് നോക്കിക്കോ, ഒരാള് പിന്മാറിപ്പോകുമ്പോൾ അദ്ദേഹം തനിച്ചായിരിക്കുകയല്ല പോകുന്നത്. നോക്കണം, 7 പേര് ഒരുമിച്ച് പിന്മാറ്റത്തിലേക്ക് പോവുകയാണ്. നമുക്ക് അവിടെ നിർത്താം. ഇനി നോക്കിക്കേ, ഈ കൂട്ടത്തിൽ ആരും ഉണ്ടായിരുന്നു? പേര് പറഞ്ഞിട്ടില്ല. ആരുണ്ടായിരുന്നു? സബദി പുത്രന്മാരുണ്ടായിരുന്നു. സബദി പുത്രന്മാർ ആരാണ്? സബദി പുത്രന്മാർ യാക്കോബും യോഹന്നാനുമാണ്. അപ്പോൾ ഈ പിന്മാറ്റക്കാർ ഒരുമിച്ച് പോയി മീൻ പിടിക്കുമ്പോൾ സബദി പുത്രന്മാരുണ്ടായിരുന്നു, യാക്കോബും യോഹന്നാനും ഉണ്ടായിരുന്നു. ഇതിൽ നമ്മൾ കണ്ടു, തൊട്ട് താഴെ നമ്മൾ കണ്ടല്ലോ, യേശു സ്നേഹിച്ച ശിഷ്യൻ, 7-ാം വാക്യം, പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കണ്ടോ? അപ്പോൾ സബദി പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ യേശു സ്നേഹിച്ച ശിഷ്യൻ ആ കരയിൽ നിൽക്കുന്നത് കർത്താവാണ് എന്ന് പറയുകയും ചെയ്തു. ഇനി നിങ്ങൾ നോക്കുക, ഞാൻ ഒരു എഴുത്തിയാട്ടം നടത്തുകയാണ്. ഈ അധ്യായം അവസാനിക്കുമ്പോൾ 24-ാം വാക്യത്തിൽ നോക്കിക്കേ, ഈ ശിഷ്യൻ ഇതിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നവനും ഇത് എഴുതിയവനുമാകുന്നു, അവന്റെ സാക്ഷ്യം സത്യം എന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പോൾ സബദി പുത്രന്മാരിൽ യേശു സ്നേഹിച്ച യോഹന്നാനുണ്ട്. ആ യോഹന്നാൻ, സ്തോത്രം, അത് കണ്ടവനാണ്. ഈ സുവിശേഷം ഇത് മാത്രമല്ല, ഈ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം കണ്ടവനാണ്, കണ്ടിട്ട് സാക്ഷ്യം പറയുന്നവനാണ്. ഈ കണ്ടിട്ട് സാക്ഷ്യം പറയുന്ന ആളിനെ നമ്മൾ എങ്ങനെയാ വിളിക്കുന്നത്? ദൃക്സാക്ഷി എന്നാ വിളിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന് മൊത്തം രഹസ്യവും പരസ്യവുമായ ജീവിതത്തിന് ദൃക്സാക്ഷി ആയിരുന്ന സബദിപുത്രന്മാരിൽ ഒരുവനായ യേശു സ്നേഹിച്ച യോഹന്നാൻ അപ്പോസ്തലൻ തന്നെയാണ് എന്ന് നിസ്സംശയം ഈ സുവിശേഷം എഴുതിയത് എന്ന് നമ്മൾക്ക് സ്ഥാപിച്ച് വിശ്വസിക്കാൻ സാധിക്കും. അപ്പോൾ യോഹന്നാൻ അപ്പോസ്തലനാണ് ഈ സുവിശേഷം എഴുതിയത് എന്ന് നമ്മൾക്ക് ഈ തെളിവ്, ഇപ്പം നമ്മൾ ചിന്തിച്ച ഈ തെളിവ് കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട തെളിവൂടെ ഞാൻ ഒന്ന് ചൂണ്ടിക്കാണി. എല്ലാവരും എൻ്റെ കൂടെ സഹകരിക്കണേ. 1-ാം അധ്യായത്തിലേക്ക് വന്ന യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം നോക്കി. യോഹന്നാൻ 1:14 നോക്കി. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. നമുക്ക് പിന്നെ ഞങ്ങൾ അവന്റെ തേജസ് പിതാവിന്റെ ഏകജാതനായവന്റെ തേജസ് കണ്ടു. അടിവര കൊടുക്കേണ്ട വചനമാണ്. ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു. പിതാവിങ്കൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. യേശുക്രിസ്തുവിന്റെ തേജസ് യോഹന്നാൻ അപ്പോസ്തലൻ കണ്ടത് എവിടെ വെച്ചാ? എവിടെ വെച്ചാ? ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു. ഞാൻ ഇതിനോട് കോർത്ത് വയ്ക്കാൻ ഒരു വചനം പറയാം. പത്രോസ് തന്റെ ലേഖനത്തിൽ പറയുന്നു, ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയുന്നത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ തേജസ് കണ്ടിട്ടാണ് ഞങ്ങൾ സാക്ഷ്യം പറയുന്നത്. എവിടെ വെച്ചാ പത്രോസ് കർത്താവിന്റെ തേജസ് കണ്ടത്? മറുരൂപമലയിൽ. അപ്പോ മറുരൂപമലയിൽ വെച്ച്
യേശുക്രിസ്തുവിന്റെ തേജസ് നേരിൽ കണ്ട ഒരു വ്യക്തിയാണ് ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത്. സ്തോത്രം. എന്നെ മാത്രം ശ്രദ്ധിച്ചിരിക്കണേ. യേശുക്രിസ്തുവിന്റെ തേജസ് നേരിൽ കണ്ട 3 പേരായിരുന്നു അവിടെ, അല്ലേ? ആരൊക്കെയായിരുന്നു? മറുവൽ മലയിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? പത്രോസ് എഴുതിയ ലേഖനങ്ങൾ നമുക്കറിയാം. 2 ആരാണ്? യാക്കോബാണ്, അല്ലേ? സബദിപുത്രന്മാരിൽ ഒരുവനായ യാക്കോബാണ്. യാക്കോബിന് എന്തെങ്കിലും എഴുതാൻ നേരം കിട്ടിയോ? നേരം കിട്ടുന്നതിന് മുമ്പ് പുള്ളിയുടെ തല വെട്ടി കളഞ്ഞു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 12:1. ഹേരോദാവ് യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. അപ്പോൾ ഇവർ 2 പേരുമല്ല ഇവിടെ പറയുന്ന ആളാരാണ്? യോഹന്നാൻ അപ്പോസ്തലനാണ്. അപ്പോൾ ഞാൻ പറയട്ടെ, പലരും കണ്ടെത്താത്ത ചില കാര്യങ്ങൾ കൂടെ യോഹന്നാനാണ് ഈ സുവിശേഷം എഴുതിയത് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവിനായി നമ്മൾക്ക് ഇവിടെ ചിന്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് സത്യം. അതിന് നമ്മൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇനി മറ്റൊരു കാര്യം, എന്തുകൊണ്ടായിരിക്കാം യോഹന്നാൻ തന്റെ പേര് പറയാതിരുന്നത് ഈ സുവിശേഷം? അതേസമയം ലേഖനത്തിൽ തന്റെ പേര് പറയുന്നുണ്ട്. 2-ാം ലേഖനമൊക്കെ നിങ്ങൾ നോക്കിയാൽ യോഹന്നാൻ തന്റെ പേര് പറയുന്നുണ്ട്. വെളിപാട് പുസ്തകത്തിലും യോഹന്നാൻ തന്റെ പേര് പറയുന്നു. യോഹന്നാൻ എന്ന ഞാൻ എന്ന് പറയുന്നു. തന്റെ സുവിശേഷത്തിൽ താൻ തന്റെ പേര് പറയുന്നില്ല. കാരണം ശ്രദ്ധിക്കണേ, ഇത് താൻ എഴുതുന്നത് ക്രിസ്തുവിന്റെ ചരിത്രമാണ്. യേശുക്രിസ്തുവിന്റെ ചരിത്രം എഴുതുമ്പോൾ ദൈവത്തിന് സ്തോത്രം, യേശുക്രിസ്തുവിനെ മാത്രം ജനം വായിച്ചാൽ മതി. യേശുക്രിസ്തുവിനെ മാത്രം ജനം അറിഞ്ഞാൽ മതി. അതാണ് തന്റെ രചനയിൽ താൻ സ്വീകരിച്ച അനുഗ്രഹീതമായ ഒരു ശൈലി. ഒരു വേദപണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ് യോഹന്നാൻ തന്റെ പേര് ഈ സുവിശേഷത്തിൽ ഡയറക്റ്റായി നേരിട്ട് പറയാതിരുന്നത് എന്നുള്ളതിന് 2 കാരണങ്ങൾ. ഞാനതൊന്ന് സൂചിപ്പിച്ചതായിരുന്നു കഴിഞ്ഞ ദിവസം. ഒന്ന് തന്റെ ഹ്യൂമിലിറ്റിയാണ്, തന്റെ താഴ്മയാണ്. ഇത് ഞാൻ പറഞ്ഞപ്പോൾ ഷൈജൻ ബ്രദർ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിച്ചത്, ഇത് യോഹന്നാൻ അപ്പോസ്തലൻ പഠിച്ചത് എവിടുന്നാണെന്നറിയാമോ? യോഹന്നാന്റെ ഗുരു ആരായിരുന്നു? യോഹന്നാൻ അപ്പോസ്തലന്റെ ഗുരു ആരായിരുന്നു? യോഹന്നാൻ സ്നാപകനായിരുന്നു. യോഹന്നാൻ സ്നാപകൻ എന്താ പറഞ്ഞെന്നറിയാമോ? അവൻ വളരണം, ഞാൻ വളരണം. ഈ പാഠം യോഹന്നാൻ സ്നാപകനിൽ നിന്ന് പഠിച്ച ഈ അനുഗ്രഹീതനായ ദൈവദാസൻ തന്റെ പേരൊരിടത്തും പരാമർശിക്കുവാൻ ആഗ്രഹിച്ചില്ല. ഞാൻ ഒരു വലിയ സത്യം ഇവിടെ പറയട്ടെ, നമ്മുടെ പേരല്ല ജനം അറിയേണ്ടത്, നമ്മുടെ കർത്താവിനെയാണ് ജനം അറിയേണ്ടത്. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ചില അനുഭവങ്ങൾ. എന്താണെന്നറിയാമോ? തങ്ങളുടെ പേര് നോട്ടീസിൽ വെച്ചില്ല എന്നതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കിയ കൺവെൻഷൻ പ്രസംഗകരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ വിഷയം എന്നറിയാമോ? തങ്ങളുടെ പേര് നോട്ടീസിൽ വെച്ചിട്ടില്ല. ഞാൻ ഇന്ന് രാത്രി ഒരിക്കലും ഞാൻ പറയുന്ന വേറൊരർത്ഥത്തിൽ കാണട്ടെ, എന്റെ പേര് വച്ചിട്ട് എന്നെ കൊണ്ട് പ്രസംഗിപ്പിക്കാതിരുന്ന സന്ദർഭങ്ങളാണ്. ഞാൻ അന്ന് കണ്ട കാര്യം എന്താണെന്നറിയാമോ? അന്ന് സമാധാനം. ഞാനൊരു പ്രശ്നത്തിനും വഴക്കിനും ഒന്നിനും അവിടെ നിന്നില്ല. ഞാൻ അന്ന് കണ്ട കാര്യം എന്താണെന്നറിയാം, ഞാനല്ല അന്ന് അവിടെ പ്രസംഗിക്കേണ്ടത്. അന്ന് അവിടെ പ്രസംഗിക്കേണ്ടത്, അവിടെ പ്രസംഗിച്ച ദൈവദാസൻ.
അതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. മനസ്സിലായോ? ഈ വിവേകവും പരിജ്ഞാനവും ദൈവമക്കളായി നമ്മളെ ഭരിക്കണം. അത് യോഹന്നാൻ ഉൾക്കൊണ്ട ഒരു നല്ല പാഠമാണ്. അത് തൻ്റെ ഗുരുവിൽ നിന്ന് താൻ ഉൾക്കൊണ്ട ഒരു പാഠമാണ്. താഴ്മയാണ് ക്രിസ്തീയ ശുശ്രൂഷയിലെ ഏറ്റവും മുഖമുദ്ര. ഈ അടുത്ത സമയത്ത് പ്രസിദ്ധ സംഗീത സംവിധായകനായിരുന്ന ആയ ശ്രീകുമാരൻ തമ്പി അദ്ദേഹം പറഞ്ഞ ഒരു വാചകം നിങ്ങൾ കേട്ട് കാണും, നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുക. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ലോകത്തിൽ ഒരാളെ മാത്രമേ ഗുരുവായിട്ട് ബഹുമാനിക്കുന്നു. അദ്ദേഹം പറഞ്ഞതാ, ഞാൻ ലോകത്തിൽ ഒരാളെ മാത്രമേ ഗുരുവായിട്ട് ബഹുമാനിക്കുന്നു, അത് ക്രിസ്തുവാണ്. എന്നെ താൻ പറഞ്ഞ എന്താണെന്നറിയാം? ശിഷ്യന്മാരുടെ കാല് കഴുകിയ ആ മാതൃകയുണ്ടല്ലോ, ആ താഴ്മയുണ്ടല്ലോ, അതാണ് ഒരു ഗുരുവിന്റെ പ്രത്യക്ഷമായ അടയാളം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ ഈ തല വലുതാക്കാനല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ. ഇതൊരു സ്പിരിച്വൽ ഗോസ്പലാണ്, ഇതൊരു ആത്മീക സുവിശേഷം. ഇവിടെ ചില ആത്മീക സന്ദേശങ്ങൾ ദൈവം നമ്മൾക്ക് തരുന്നുണ്ട്. അതും ഉൾക്കൊള്ളാൻ കർത്താവ് നമ്മളെ സഹായിക്കും. യേശുക്രിസ്തുവിന്റെ താഴ്മ ഞാൻ ഒരു വാചകത്തിൽ പറയട്ടെ. കർത്താവിന്റെ താഴ്മ കണ്ടു പഠിച്ചവനാണ് യോഹന്നാന്റെ ഗുരുവിൽ നിന്ന് കിട്ടിയ പാഠം മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് ആ താഴ്മ കണ്ടു പഠിച്ചവനാണ് യോഹന്നാൻ. ഞാന് ഒരു ഭാഗം നിങ്ങളുടെ പഠനത്തിന് വിട്ട് അങ്ങ് മുന്നോട്ട് പോവാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്കറിയാമല്ലോ, അല്ലേ? എന്താ? അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം. അവിടെ ഒരു വലിയ ആശയം എന്താണെന്നറിയാം? അവൻ തന്നെത്താൻ ഒഴിച്ചു. ഇംഗ്ലീഷിൽ ആ വാചകം ഹി എംപ്റ്റിയഡ് ഹിംസെൽഫ് എന്നാണ്. അത് ഗ്രീക്കിൽ എങ്ങനെയാണെന്നറിയാമോ? ആ എംപ്റ്റിയഡ് ഹിംസെൽഫ് എന്നുള്ളതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കെനോസിസ് എന്നാണ്. ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കെനോസിസ് എന്നാണ്. ഞാൻ പറയട്ടെ, ഈ കെനോസിസ് എന്ന ആ ആശയത്തെ ആധാരമാക്കി അഥവാ അതിനെ ബേസ് ചെയ്ത് അതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു തിയോളജി തന്നെ ലോകത്തിൽ ആവിർഭവിച്ചിട്ടുണ്ട്. കെനോസിസ് എന്ന ആ തിയോളജി നമ്മൾ ഓർക്കണം. ഇത് എവിടെ നിന്നാ പഠിച്ചത്? യേശുക്രിസ്തു എന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഈ കെനോസിസിന്റെ തിയറി ലോകം പഠിക്കാനിടയായത്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇത് നമുക്കൊരു നല്ല മാതൃകയായിരിക്കും. ഇതിനെക്കുറിച്ചുള്ള പലരുടെ ഒരു വലിയ പരാതി, ഈ കാണുന്നവരോടെല്ലാം ചങ്ങാത്തം കൂടും, എല്ലാവരുടെയും തോളെ കൈയിടും, എല്ലാവരോടും സ്നേഹമായിട്ട് സൗഹാർദ്ദം, ഒരു ദൈവരാഷ്ട്രം തന്റെ ഘനശാലിത്വം സൂക്ഷിക്കണമെന്നൊക്കെ പലരും എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. എനിക്ക് ആ ഉപദേശം വേണ്ട കേട്ടോ. എൻ്റെ കർത്താവ് എന്നെ പഠിപ്പിച്ച കുറെ നല്ല പാഠങ്ങളുണ്ട്. നമ്മളെല്ലാവരും അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഞാനിപ്പം അത്രയും പറഞ്ഞ ആ ഭാഗത്തു നിന്ന് മാറി. രണ്ടാമത്, യോഹന്നാൻ തൻ്റെ പേര് പ്രകടമാക്കാതിരുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം തൻ്റെ ഹ്യൂമിലിറ്റിയാണ്, തൻ്റെ താഴ്മയാണ്. രണ്ടാമത്, യേശുക്രിസ്തുവുമായിട്ട് തനിക്കുള്ള ആത്മബന്ധത്തെ താൻ അങ്ങ് ആഘോഷമാണ്. അതാണ് നോക്കണം. സെലിബ്രേറ്റ് ഹിസ് റിലേഷൻ ടു ദ ലോർഡ്. യേശുക്രിസ്തുവുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് യോഹന്നാൻ അപ്പോസ്തലൻ അങ്ങ് സെലിബ്രേറ്റ് ചെയ്തു. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ആത്മീയമായിട്ട് ചിന്തിക്കുന്നവരൊക്കെ ഉള്ളഴിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എനിക്കറിയാം.
നമ്മുടെ കർത്താവുമായിട്ട് നമ്മൾക്കുള്ള ആത്മബന്ധം. സ്തോത്രം. നമ്മള് പലപ്പോഴും ചിന്തിക്കുന്നത് എന്താ, ഈ ഔദ്യോഗികമായ ചില ബന്ധങ്ങളാ. നമ്മള് പ്രാർത്ഥിക്കാണ്ടിരിക്കുന്നുണ്ടെ അച്ചടി ഭാഷയില് അങ്ങോട്ട് സാഹിത്യമൊക്കെ ചേർത്ത് ഭയങ്കര എന്തോ ദൈവമേ, എന്റെ കർത്താവ് അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല ആഗ്രഹിക്കുന്നത്. ഞാൻ നിങ്ങളുടെ സ്നേഹിതനാണ്, ഞാൻ നിങ്ങളുടെ സഹോദരനാണ്, ഞാൻ നിങ്ങളുടെ പിതാവാണ്. ആ ഇന്റിമസി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഞാൻ അവിടെ അത് പറഞ്ഞങ്ങ് ആ ബന്ധം നമ്മൾ അങ്ങ് സെലിബ്രേറ്റ് ചെയ്യും. സ്തോത്രം പറയണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം, ഹല്ലേലൂയ പറയണം. ചുമ്മാ അതിരിക്കുമ്പോ കർത്താവിനോടൊക്കെ സംസാരിക്കണം, ഹൃദയത്തിൽ നിന്ന് കർത്താവിനോടൊക്കെ സംഭാഷിക്കണം, ആ സ്നേഹം ആസ്വദിക്കണം. ഇതൊരു വല്ലാത്ത ബന്ധമാണ് പ്രിയപ്പെട്ടത്. യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധം. യോഹന്നാന് വേറെ വാക്കുകൾ വല്ലതും കിട്ടുമായിരുന്നെങ്കിൽ അദ്ദേഹം അത് വെച്ച് വിശേഷിപ്പിച്ച്, പക്ഷെ തന്റെ വൊക്കാബുലറിയിൽ തനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല വാക്ക് എന്നെയാണ് എന്റെ കർത്താവ് ഏറ്റവും സ്നേഹിച്ചത്. യേശു സ്നേഹിച്ച ശിഷ്യൻ, യേശുവിന് പ്രിയനായ ശിഷ്യൻ. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് താൻ തൻ്റെ പേര് ഈ പുസ്തകത്തിൽ, ഈ സുവിശേഷത്തിൽ 21 അധ്യായം, പിൽക്കാലത്തെ ഈ അധ്യായങ്ങളൊക്കെ തിരിച്ചത് കേട്ടോ. യോഹന്നാൻ എഴുതുന്ന സമയത്ത് അധ്യായം ഒന്നും തിരിച്ചിട്ടില്ല. ഒരറ്റത്തുനിന്ന് എഴുതി 21-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വചനം വരെ എഴുതി താൻ കുത്തിട്ട് അവസാനിപ്പിക്കുകയായിരുന്നു. അപ്പോ ഈ ദീർഘമായ സുവിശേഷത്തിൽ തൻ്റെ പേര് പറയാതിരുന്നതിന്റെ രണ്ട് കാരണങ്ങൾ, ഈ കാരണങ്ങൾ കണ്ടെത്താൻ ദൈവദാസന്മാർ വചനം ധ്യാനിക്കുന്നവർ ഇതിനകത്തുണ്ട്. നമ്മുടെ IPSലെ പാസ്റ്ററൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ പ്രിയ സഹോദരൻ ജിജി, അതുപോലെ തന്നെ ഷൈജം ബ്രദർ. ഇങ്ങനെ ചിന്തിച്ചാൽ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും, ധ്യാനിക്കാൻ കഴിയും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അന്തർവൃത്തത്തിലെ സുവിശേഷകനായിരുന്നിട്ടും, അപ്പസ്തലൻ ആയിരുന്നിട്ടും താൻ അതിൻ്റെതായ യാതൊരു പ്രത്യേകതകളും സവിശേഷതകളും തന്നിൽ നിന്ന് വെളിപ്പെടുത്താൻ താൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് വളരെ അനുഗ്രഹീതമായ ഒരു നല്ല മാതൃകയാണ്. ഇനിയും ഞാൻ പ്രധാനമായിട്ടൊരു കാര്യം പറയട്ടെ. ഈ യോഹന്നാനാണ് ഈ സുവിശേഷം എഴുതിയത് എന്നുള്ളതിന് മറ്റൊരു തെളിവൂടെ നമുക്ക് വേണ്ടി വന്നാൽ ഹാജരാക്കും. അത് ഞാൻ വ്യക്തമാക്കാം. 20-ാം അധ്യായത്തിലേക്ക് വന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം. എല്ലാവരും വളരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. നിങ്ങളുടെ താല്പര്യത്തിനും സഹകരണത്തിനും പ്രത്യേകം നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 20-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം നോക്കി. എന്നാൽ യേശു ക്രിസ്തു എന്ന് വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. നോക്കുക, ഈ യോഹന്നാന്റെ രചനാ ശൈലി ഞാൻ 2-3 വാചകത്തിൽ ഇത് വ്യക്തമാക്കി മുന്നോട്ട്. എന്താ യോഹന്നാൻ താൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഞാൻ എന്തിനാ ഇത് എഴുതിയിരിക്കുന്നത്? മറ്റ് എഴുത്തുകാരും ഇങ്ങനെ ഒരു ശൈലി പറഞ്ഞിട്ട് നോക്കി എവിടെ എഴുതിയിരിക്കുന്നത്. എന്തിനാ ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് എന്നറിയാമോ? ഇത് വായിക്കുന്നവർ, എൻ്റെ ഈ സുവിശേഷം വായിക്കുന്നവർ, യേശു ദൈവപുത്രനായ ക്രിസ്തു എന്നെന്ത് ചെയ്യണം?
വിശ്വസിക്കണം. വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ എന്തുണ്ടാകണം? ജീവൻ ഉണ്ടാകണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇത് എഴുതി. ഇനി ഞാൻ വളരെ വേഗം യോഹന്നാന്റെ 1-ാം ലേഖനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിയാം. ആ 1-ാം ലേഖനം നോക്കിയേ. ഞാൻ സമയലാഭത്തിന് വേണ്ടി ആ ലേഖനത്തിലെ ഇതുപോലെയുള്ള കുറിമാനങ്ങൾ അഥവാ ആ വാചകങ്ങൾ എല്ലാം വചനം എടുത്ത് പറയുന്നില്ല. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, യോഹന്നാൻ ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ എന്തിനാ ഇത് എഴുതിയിരിക്കുന്നതെന്നറിയാമോ? നമ്മുടെ 1-ാം അധ്യായം, യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തില് തുടക്കത്തിൽ തന്നെ പറയുന്നത് എന്താന്ന് നോക്കിയേ. 4-ാം വാക്യം, നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഇത് എഴുതിയിരിക്കുന്നു. ഉണ്ടോ? യോഹന്നാന്റെ ഒരു ശൈലിയായി. ഞാൻ എന്തിനാ ഇത് എഴുതിയത്? സുവിശേഷം എഴുതിയതിന്റെ ഉദ്ദേശം താൻ പറഞ്ഞു. ഇവിടെ ലേഖനം എഴുതിയതിന്റെ എൻ്റെ എല്ലാ വാക്യങ്ങളും നിങ്ങൾ കണ്ടെത്തിയാൽ അത് തന്നെ ഒരു വലിയ മെസ്സേജാണ്, ഒരു വലിയ സന്ദേശം. ഇനി 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. പിന്നീട് താൻ പറയുന്നുണ്ട്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാര്യം നിങ്ങൾ അറിയുവാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ഞാൻ ഇത് നിങ്ങൾക്ക്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5 പ്രാവശ്യം ഈ ലേഖനത്തില് ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു എന്ന് യോഹന്നാൻ പറയുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചവരെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നതിനാൽ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പാപം മോചിച്ചിരിക്കുന്നതിനാൽ ഞാൻ നിങ്ങൾക്ക് ഇത് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ ശൈലി യോഹന്നാന്റേത് മാത്രമാണ്. ഇന്നതിനാണ് ഞാൻ എൻ്റെ ഈ എഴുത്ത് നിർവഹിച്ചിരിക്കുന്നത് എന്ന് യോഹന്നാന്റെ ഒരു പ്രത്യേക രചനാ ശൈലിയാണ്. അത് യോഹന്നാനാണ് ഈ സുവിശേഷം എഴുതിയത് എന്നതിൻ്റെ മതിയായ തെളിവുകളിൽ ഒന്നാണ്. ഇനിയും മറ്റൊരു പ്രധാന വിഷയത്തിലേക്ക്, അപ്പൊ നമ്മൾ ഗ്രന്ഥകർത്തൃത്വത്തെ കുറിച്ച്, ഈ സുവിശേഷം എഴുതിയത് ആരാണ് എന്നതിനെ കുറിച്ച് ഒരു ഏകദേശ രൂപം നമ്മൾക്ക് പഠിക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുക. ഇനി മറ്റൊരു കാര്യം, എഴുതിയ കാലമാണ്, അല്ലെ? ഓഥർ ആൻഡ് ദ ഡേറ്റ് എന്നുള്ളതാണ്. അപ്പൊ രണ്ടാമത് നമ്മൾ ചിന്തിക്കുന്നത് ഇത് എഴുതിയ കാലം ഏതായിരിക്കും. കൃത്യമായിട്ട് ബൈബിളിലെ പുസ്തകങ്ങളുടെ ഒരു പ്രത്യേകത അതാണ്. കൃത്യമായിട്ട് ഇന്ന സമയത്താണ് ഇത് എഴുതിയത് എന്ന് പറയാൻ നമ്മൾക്ക് സാധിക്കത്തില്ല. പിന്നെ അതെങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? ഇതിലെ ഓരോ സംഭവങ്ങൾ, ആ പുസ്തകത്തിലെ ഓരോ സംഭവങ്ങളും സന്ദർഭങ്ങളും വച്ചാണ് പുസ്തകങ്ങൾ എഴുതപ്പെട്ട കാലം നമ്മൾ കണ്ടെത്തുന്നത്. ഇനി നമുക്ക് നോക്കാം ഇത് ഏതാ കാലമെന്ന്. നമുക്ക് ന്യായമായിട്ട്, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ന്യായമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താ? ന്യായമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാന കാര്യം, മറ്റു സുവിശേഷകന്മാർ പറയാൻ വിട്ടുപോയ കാര്യങ്ങളാണ് യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. കേൾക്കുന്നുണ്ടോ? ഇതൊരു അപ്രധാന വിഷയമായിട്ട് തള്ളിക്കളയരുത്. അപ്പോൾ മറ്റു സുവിശേഷകന്മാരുടെ എല്ലാവരുടെയും ചരിത്ര ഗ്രന്ഥങ്ങൾ വായിച്ചതിന് ശേഷമായിരിക്കാം യോഹന്നാൻ അപ്പോസ്തലൻ ഈ സുവിശേഷം എഴുതി. അങ്ങനെ വന്നാൽ പണ്ഡിതാഭിപ്രായം അനുസരിച്ച് AD 80-നും 90-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലായിരിക്കാം ഈ സുവിശേഷം രചിച്ചത് എന്ന് നമുക്ക്
ന്യായമായിട്ട് അനുമാനിക്കാം. ഇനിയും മൂന്നാമത്, ഒന്ന് ഗ്രന്ഥകാരൻ, രണ്ട് കാലം. മൂന്നാമത്, ഈ യോഹന്നാനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങൾ വളരെ സംക്ഷിപ്തമായി. വലിയൊരു പഠനമാണ് യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ചുള്ള പഠനം. ഒരു വലിയ പഠനമാണ് അത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കുറിച്ചിട്ടിട്ട് ബൈബിളിൽ നോക്കി ഒരു ശരിയായ വിശദമായ പഠനം നടത്തിയാൽ നിങ്ങളുടെ സഭകളിൽ ഈ യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച് ഒരു നല്ല ക്ലാസ് എടുക്കാൻ പറ്റും. എൻ്റെ ചുരുക്കം കാര്യങ്ങൾ മാത്രം പറയാം. ഒന്ന്, യോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുന്നത് 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. യോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുന്നത് യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നത് വഴിയാണ്. യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ട ആദ്യത്തെ സാക്ഷി. കേൾക്കുന്നുണ്ടല്ലോ? എല്ലാരും അഡ്മിറ്റ് ചെയ്ത് പറയണമെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ആദ്യത്തെ സാക്ഷ്യം എന്താ? യോഹന്നാൻ അപ്പോസ്തലൻ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ട ആദ്യത്തെ സാക്ഷ്യം എന്താ? ഓർമ്മയുണ്ടോ? 1-ാം അധ്യായത്തില് നോക്കിയേ, 1-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം നോക്കിയേ. ഇതാ ലോകത്തിന്റെ പാപം വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആദ്യത്തെ സാക്ഷി. 35-ാം വാക്യം. പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരുമായി. ഈ രണ്ടുപേരിൽ ഒരാളാരാ? യോഹന്നാനാ. നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് എന്താ പറഞ്ഞു? Behold the Lamb of God. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. സ്തോത്രം. വിഷയം കിട്ടിയോ? കിട്ടി. മെസ്സേജ് കിട്ടിയോ? സഭയെ പ്രസംഗിക്കാവോ? യോഹന്നാൻ അപ്പോസ്തലൻ യേശുവിനെ കുറിച്ച് ആദ്യം കേൾക്കുന്നത് ലോകത്തിന്റെ തന്റെ പാപം ചുമന്നു നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി യേശുവിനെ താൻ കാണുകയാണ്. ഞാനിത് പറഞ്ഞങ്ങ് വിടാനല്ല ആഗ്രഹിച്ചത്. വെളിപാട് പുസ്തകം നോക്കിക്കേ, 1 മുതൽ 22 വരെയുള്ള അധ്യായം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പഠിച്ചു നോക്ക്. യോഹന്നാൻ യേശുവിനെ കാണുന്നത് ആരായിട്ടാ? ദൈവത്തിന്റെ കുഞ്ഞാടാണ് യേശു. ഈ 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലൊക്കെ വരുമ്പോൾ വലിയ ക്ലൈമാക്സ് ആണ് കുഞ്ഞാടെന്നുള്ള ആ കാഴ്ചപ്പാടിന്റെ വലിയ ക്ലൈമാക്സ്. വെളിപാട് പുസ്തകത്തിന്റെ 5-ാം അധ്യായത്തിലൊക്കെ വരുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ചില ചിന്തകളൊക്കെ ഉണ്ട് കേട്ടോ. എന്റെ വിഷയം മാറുന്നു. ഇങ്ങനെ അങ്ങോട്ട് ചിന്തിച്ചു പോയാൽ പണ്ട് നമ്മുടെ ഷൈജൻ ബ്രദർ ആവർത്തിച്ച് പറയുന്ന പോലെ ഒത്തിരി അങ്ങ് വിസ്തീർണമായി പോകുമെന്നുള്ള പേടി എനിക്കില്ലാതെ. 5-ാം അധ്യായത്തിൽ നോക്കിയേ. 5-ാം അധ്യായത്തില് ജയം പ്രാപിച്ച കുഞ്ഞാടിനെ കാണാം. പുസ്തകം തുറക്കുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യനായ ദൈവ കുഞ്ഞാടിനെ കാണാം. ഇനിയും അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നോക്കണം. പുസ്തകം 9-ാം വാക്യത്തിലുണ്ട്, പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യനായ
കുഞ്ഞാടിനെ അവിടെ കാണുന്നുണ്ട്. ഇനിയും ഈ 5-ാം അധ്യായത്തില് ഈ കുഞ്ഞാടിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അത് നേരത്തെ പ്ലാൻ ചെയ്ത ഒരു കാര്യമല്ലാത്തത് കൊണ്ട് ഞാൻ പറയട്ടെ. ഈ 11-ാം വാക്യത്തിൽ ഞാൻ ദർശനത്തിൽ 5:11 സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദവും കേട്ടു. എന്താ അവരുടെ ആ ശബ്ദം? എന്താണ്? അറുക്കപ്പെട്ട കുഞ്ഞാട്, യോഗ്യനായ കുഞ്ഞാട്, ആരാധന സ്വീകരിക്കുവാൻ യോഗ്യനായ കുഞ്ഞാടിനെ കാണാം. ഇനിയും ഈ ഭാഗത്ത് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം, സിംഹാസനത്തിന്റെ നടുവിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ആ റഫറൻസ് നിങ്ങൾ കണ്ടുപിടിക്കുക. സിംഹാസനത്തിന്റെ നടുവിൽ അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാട്. ഞാൻ പെട്ടെന്ന് പറയാം, ഇനി എന്നെ ശ്രദ്ധിച്ചാൽ മതി. അവിടെ ഉണ്ട് കേട്ടോ, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാൽ മതി. എന്താ അറുക്കപ്പെട്ട കുഞ്ഞാട് എവിടെയെങ്കിലും നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്തോത്രം. അറുക്കപ്പെട്ടിട്ടും നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി സിംഹാസനത്തിന്റെ നടുവിൽ നിൽക്കുന്ന കുഞ്ഞാടാണ് നമ്മുടെ ദൈവ കുഞ്ഞാട്. ഇനിയും ഈ ദൈവ കുഞ്ഞാടിനെ കുറിച്ചുള്ള പഠനത്തിൽ 6-ാം അധ്യായത്തിലൊക്കെ വരുന്നുണ്ട്. കുഞ്ഞാടിന്റെ കോപം അധ്യായത്തിന്റെ ഒടുവിൽ വരുന്നു. കോപിക്കുന്ന കുഞ്ഞാട്. ഒടുവില് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ, കല്യാണം കഴിക്കുന്നു. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. 19-ാം അധ്യായം. അപ്പോൾ യോഹന്നാന്റെ ജീവിതത്തിൽ തന്നെ, ഞാൻ നാടൻ ഭാഷയിൽ പറയാണ്, ത്രില്ലടിപ്പിച്ച ഒരു വലിയ വസ്തുതയാണ് ഈ ദൈവ കുഞ്ഞാട്. ആ ദൈവ കുഞ്ഞാട് തന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു. ആ ദൈവ കുഞ്ഞാടിനെ സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതുമാണ് തന്റെ ജീവിത ലക്ഷ്യം എന്ന് താൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ താൻ ഈ കുഞ്ഞാടിനെ അനുഗമിക്കുവാൻ തീരുമാനിച്ചു. വെളിപാട് പുസ്തകം അവസാന അധ്യായത്തിൽ നമ്മൾ കാണുന്നത് കുഞ്ഞാടിനെ അനുഗമിക്കുന്ന ഒരു കൂട്ടം ദൈവജനത്തെ നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ യോഹന്നാനെ സംബന്ധിച്ച് നമ്മൾക്ക് പഠിക്കാൻ കഴിയുന്ന ഞാൻ അല്പം മുന്നോട്ട് കയറിയാ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, യേശു ക്രിസ്തുവിനെ ദൈവ കുഞ്ഞാടായി തിരിച്ചറിയാനുള്ള ഭാഗ്യം തനിക്കുണ്ടായി. അത് യോഹന്നാൻ അപ്പോസ്തലന് വെളിപ്പെടുത്തിയത് സ്നാപകനായ യോഹന്നാൻ. രണ്ടാമത്, ഇവരെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യം. ആരെക്കുറിച്ച്? യോഹന്നാനെ കുറിച്ച്, യാക്കോബിനെ കുറിച്ച്. ഇവർക്ക് സബദി പുത്രന്മാർ എന്ന പേരിലാണ് ഇവര് അറിയപ്പെട്ടിരുന്നത്. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ. എന്തെങ്കിലും റഫറൻസിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ പിന്നീട് എന്നോട് പറയണം. ഞാനത് അതിന്റെ കറക്റ്റ് റഫറൻസ് പിന്നീട് തരാം. സബദി പുത്രന്മാരിൽ ഒരുവനായിരുന്നു ഈ യോഹന്നാൻ. യാക്കോബും യോഹന്നാനും. യോഹന്നാൻ സബദി പുത്രന്മാരിൽ ഒരുവനായിരുന്നു. ഇനിയും അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഒരു പ്രധാന കാര്യം കൂടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 12-ാം അധ്യായം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, നല്ല 2-ാം വാക്യം. ഈ സബദി പുത്രന്മാരിൽ ഒരാള് യോഹന്നാനാണ്. മറ്റേ ആളാരാണ്? യോഹന്നാന്റെ സഹോദരനായ യാക്കോബാണ്.
അപ്പോൾ ഇവരെ പൊതുവെ അറിയപ്പെട്ടിരുന്നത് സബദി പുത്രന്മാർ എന്നാണ്. പെട്ടെന്ന് മറുപടി പറയല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ ഒരു ലളിതമായ ചോദ്യം ചോദിക്കുകയാണ്. സബദി പുത്രന്മാരുടെ അപ്പന്റെ പേരെന്തോ? സബദി. ചിലരൊക്കെ ഈ ചോദ്യം കേട്ടിട്ട് തപ്പിയിട്ടുണ്ട്. ആ ചോദ്യത്തിൽ തന്നെ എന്തുണ്ട്? ഉത്തരവുണ്ടല്ലേ? സബദി പുത്രന്മാർ സബദിയുടെ മക്കളാണ്. ഇവരുടെ അമ്മയുടെ പേര് ശലോമ എന്നായിരുന്നു എന്ന് നമ്മൾക്ക് ഈ ചരിത്ര രേഖകളിൽ നിന്ന്, ഈ അപ്പോസ്തലിക സുവിശേഷ ചരിത്ര രേഖകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ. ഇനിയും ഇവരെ പൊതുവെ അറിയപ്പെട്ടിരുന്നത് സബദി പുത്രന്മാർ എന്ന് ആയിരുന്നെങ്കിലും യേശുക്രിസ്തു ഇവരുടെ പേര് മാറ്റിവിളിച്ചു. കർത്താവ് ഇവരുടെ രണ്ടുപേരുടെ പേര് മാറ്റിയിട്ടു. ഇതുപോലെ കർത്താവ് പലരുടെ പേര് മാറ്റിയിട്ടിട്ടുണ്ടല്ലേ? പലരുടെ പേര് പഴയ നിയമത്തിലുമുണ്ട്, പുതിയ നിയമത്തിലുമുണ്ട്. കർത്താവ് ദൈവം ചിലരുടെ പേര് മാറ്റിയിട്ടിട്ടുണ്ട്. നമ്മുടെ വിഷയം അതല്ലല്ലോ. ഇവിടെ ഇവരുടെ പേര് കർത്താവായ യേശു മാറ്റിയിട്ടത് എങ്ങനെയാണെന്നറിയാമോ? 3-ാം അധ്യായം, മർക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം നോക്കിയേ. ആ റെഫറൻസ് ശരിയാണോ? 3:17. സെബദിയുടെ, കർത്താവിന്റെ അപ്പോസ്തലന്മാരുടെ പേര് പറയുമ്പോൾ പറയുന്നു സെബദിയുടെ മകനായ യാക്കോബിന്റെ സഹോദരനായ യോഹന്നാൻ. അടുത്തത് ഇവർക്ക് മക്കൾ എന്നർത്ഥമുള്ള ബൊവനെർഗസ് എന്ന് പേര് മാറ്റി. ഇവർക്ക് യേശുക്രിസ്തു മാറ്റിയിട്ട പേരാണ് ബൊവനെർഗസ് എന്ന പേര്. എന്താണ് അതിന്റെ കാരണം എന്നറിയാവുന്ന ഒരു രീതിയിലുണ്ട്. ഞാനിപ്പം നിങ്ങളിൽ നിന്ന് അഭിപ്രായം ചോദിക്കുന്നില്ല, ഞാൻ തന്നെ അങ്ങ് പറയാമെന്ന് വിചാരിക്കുക. അതിന്റെ ഒരു സാഹചര്യം നമ്മൾ കാണുന്നത് ലൂക്കോസ് സുവിശേഷത്തില് നമ്മൾക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 51 മുതലുള്ള വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവർക്ക് ബൊവനെർഗസ് എന്ന് പേരിടാനുണ്ടായ സാഹചര്യം നമ്മൾക്ക് ന്യായമായിട്ട് ഊഹിക്കാൻ. നോക്കിയേ 54-ാം വാക്യം. അവന്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ടിട്ട് എന്താ കണ്ടത്? യെരൂശലേമിലേക്ക് യേശുക്രിസ്തു പോകുമ്പോൾ കർത്താവ് ശമരിയിൽ കൂടെയാണ് കടന്നുപോയത്. കേൾക്കുന്നുണ്ടോ? ക്ഷണിച്ചോ? കർത്താവ് ശമരിയിൽ കൂടെയാണ് പോകുന്നത്. രസമുള്ള കാര്യമല്ലേ? ശമരിയിൽ കൂടെയാണ് കർത്താവ് പോകുന്നത്. ശമരിയിൽ കൂടെ കർത്താവ് പോയപ്പോ ഇവരെ ശമരിയക്കാർ യേശുവിനെ സ്വീകരിച്ചില്ല. ശ്രദ്ധിക്കണേ, ഇത് ചുമ്മാതെ വായിച്ചു വിട്ടാൽ പോരാ, നമ്മൾക്കിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കും. എന്താ ഈ ശമരിയക്കാര് യേശുവിനെ സ്വീകരിക്കാഞ്ഞത്? അതിന്റെ കാരണം ചിന്തിച്ചിട്ടുണ്ട്? എന്തുകൊണ്ടാണ് ഈ ശമരിയർ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാഞ്ഞത്? യഹൂദനായതുകൊണ്ടെന്ന് പറയാം. അത് ശരിയായ ഒരു ഉത്തരവാണ്. എന്നാൽ അതിനേക്കാൾ ശരി എന്താണെന്നറിയാമോ? 51-ാം വാക്യം നോക്കി. അവന്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ എങ്ങോട്ട് പോകുന്നു? യെരൂശലേമിലേക്കാ പോകുന്നത്. യെരൂശലേമിലേക്ക് പോകുന്ന യേശുവിനെ ഞങ്ങൾ എന്തിനാ സ്വീകരിക്കുന്നത്? ഞങ്ങൾ വേണമെങ്കിൽ ഈ യേശുവിന് ഇവിടെ ഒരു സിംഹാസനം കൊടുക്കാം. പക്ഷെ യെരൂശലേമിലേക്ക് പോകുന്ന യേശുവിനെ ഞങ്ങൾ സ്വീകരിക്കുക. കണ്ടോ? 53-ാം വാക്യത്തിൽ കൃത്യം പറയുന്നുണ്ട്, അവൻ യെരൂശലേമിലേക്ക് പോകുവാൻ ഭാവിച്ച
ഇരിക്കയാൽ അവർ അവനെ സ്വീകരിച്ചില്ല. കൊണ്ടില്ല. കേൾക്കണേ, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? ദൈവജനം നമ്മളിങ്ങനെ അങ്ങോട്ട് പഠിച്ചാൽ എന്തൊരു ആസ്വാദ്യമാണ്. യേശുക്രിസ്തു യെരൂശലേമിലേക്ക് പോകുന്നത് എന്തിനാ? സ്തോത്രം. യെരൂശലേമിലേക്ക് പോകാൻ കർത്താവ് മനസ്സുറപ്പിച്ചത് എന്തിനാ? യെരൂശലേമിൽ തന്നെ കൊല്ലാൻ ഒരുക്കി വെച്ചിരിക്കുന്ന കുരിശു മുമ്പിൽ കണ്ടുകൊണ്ടാണ് യേശു യെരൂശലേമിലേക്ക് പോകുന്നത്. ശമരിയാക്കാർ ഒരുക്കി വെച്ചിരിക്കുന്ന സിംഹാസനമല്ല, യെരൂശലേമിൽ തന്നെ കൊല്ലാൻ ഒരുക്കി വെച്ചിരിക്കുന്ന കുരിശായിരുന്നു യേശുവിന് വേണ്ടത്. സ്തോത്രം. കുരിശിലെ യേശുവിനെ ആർക്കും വേണ്ട, രാജാവായ യേശുവിനെ എല്ലാവർക്കും വേണം. ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഇവർ യേശു കർത്താവിനെ സ്വീകരിക്കാൻ എന്തുകൊണ്ടാ? യെരൂശലേമിൽ മരിക്കുവാൻ പോകുന്ന യേശുവിനെ അവർ സ്വീകരിക്കുവാൻ തയ്യാറാണ്. അപ്പോഴ് 54 വാക്യം ഇനി ഈ പശ്ചാത്തലത്തിലാണ് മനസ്സിലാവും. എന്താ ഇത്? ഇത് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാൻ, സബദി പുത്രന്മാർ, അവര് കണ്ടിട്ട് പറയാണ്, കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ യുവന്മാരെ ആകാശത്ത് നിന്ന് തീയിറക്കി അവരെ നശിപ്പിക്കുവാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ? കണ്ടോ ഇടിമക്കളെ? കണ്ടോ ഭവനർഗസിനെ? കണ്ടോ? എന്തുകൊണ്ടാണ് ഇവർക്ക് ഇടിമക്കൾ എന്ന് പേര് വന്നത്? എന്തുകൊണ്ടാ? സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി ഏലിയാവ് പണ്ട് ബാലിന്റെ പ്രവാചകന്മാരെ ഒടുക്കിയതുപോലെ ഇവരെ കൊല്ലുവാൻ കർത്താവിനോട് അനുവാദം ചോദിക്കുന്ന യോഹന്നാനും യാക്കോബിനും ചേരുന്ന പേര് എന്താ? ഇടിമക്കൾ എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് കർത്താവ് ഇവരുടെ പേര് സബദി പുത്രന്മാർ എന്ന പേര്. ഇവര് ആളുകൾ അത്ര മര്യാദക്കാരായിരുന്നില്ല, പിൽക്കാലത്താണ് ഇവര് മര്യാദക്കാരായത്. കണ്ടോ? നോക്കിക്കേ, അവിടെ കർത്താവ് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കർത്താവ് തിരിഞ്ഞ് അവരെ ശാസിച്ചു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 3 വട്ടം ഞാൻ സ്തോത്രം പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞ വാക്ക് ഞാൻ വായിക്കുക. നിങ്ങളേതാത്മാവിന് സ്തോത്രം. സുവിശേഷത്തെ എതിർക്കുന്നവരുണ്ടാവാം, യേശുവിനെ എതിർക്കുന്നവരുണ്ടാവാം, യേശുക്രിസ്തുവിനെ സ്വീകരിക്കാത്തവരുണ്ടാവാം, നമ്മളെ ഉപദ്രവിക്കുന്നവരുണ്ടാകാം, നമ്മളെ കാരണം കൂടാതെ ജയിലടയ്ക്കുന്നവരുണ്ടാവാം. എന്നാൽ ഒരു ക്രിസ്ത്യാനി, ദൈവത്തിന് മഹത്വം, ഒരു ക്രിസ്ത്യാനിയുടെ ആത്മാവ് മറ്റുള്ളവരെ വിധിക്കുന്ന ആത്മാവല്ല. അവിടെ കർത്താവായ യേശു പറഞ്ഞ ആ വാചകമുണ്ടല്ലോ, അടുത്ത വാചകം ഞാൻ സുവിശേഷ പ്രഭാഷണങ്ങളിൽ ഒരുപാട് ഉദ്ധരിച്ചിട്ടുള്ളതാണ്. മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിക്കുവാനല്ല, പിന്നെ രക്ഷിക്കുവാനത്രേ. ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. ലോകത്തിൽ അവതരിച്ച അവതാരങ്ങളെല്ലാം സംഹാരത്തിനാണ് വന്നത്, സംഹരിക്കാനാണ് വന്നത്, നശിപ്പിക്കാനാണ് വന്നത്. എന്നാൽ രക്ഷിക്കാൻ വന്ന അത് നല്ലവരെ അല്ല, കേട്ടോ, നല്ലവരെ അല്ല, പാപികളെ രക്ഷിക്കുവാൻ വന്നു. എന്നെ പോലെ സ്നേഹിക്കാൻ കൊള്ളരുതാത്ത, എന്നെ പോലെയുള്ളവരെ രക്ഷിക്കുവാൻ വന്ന രക്ഷിതാവാണ് എൻ്റെ കർത്താവ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ക്രിസ്ത്യാനികളായ നാം
ദൈവമക്കളായ നമ്മളെ സഹായിക്കുന്നവരാണെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാം, അല്ലേ? ഇന്ന് രാത്രി ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ദൈവമക്കൾ സ്നേഹത്തിന്റെ, ക്ഷമയുടെ, ആത്മാവിന്റെ അധീനരാണ്. നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി ഈ ക്ലാസ് അവസാനിക്കുന്ന സമയത്ത് നമ്മളോട് ചോദിക്കുകയാണ്, യോഹന്നാനോടും യാക്കോബിനോട് ചോദിച്ച ചോദ്യം, നിങ്ങൾ ഏത് ആത്മാവിന് അധീനരാണ്? ക്ഷമയുടെ, ആത്മാവിന് അധീനരായി ജീവിക്കുവാൻ. ഞങ്ങൾ ഈ സ്വകാര്യ സംഭാഷണമൊക്കെ നടത്തുമ്പോൾ സഹോദരന്മാരുമായിട്ടാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും സംസാരിക്കുമ്പോൾ ചിലരൊക്കെ നമ്മളെ വളരെയേറെ വേദനിപ്പിക്കുകയും നമ്മളെ അങ്ങ് വല്ലാതെ ഉപദ്രവിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചിലപ്പോ തോന്നുകയല്ലേ, ഇത്രയൊക്കെ ചെയ്തിട്ടും ദൈവം എന്താ അവരോട് മൗനമായിരിക്കുന്നത്? നമ്മൾ ചിന്തിക്കാറില്ലേ പ്രിയപ്പെട്ടവർ? അതങ്ങ് മാറ്റിയേ. ഞാൻ എപ്പോഴും എൻ്റെ മക്കളോടും എൻ്റെ കുടുംബാംഗങ്ങളോടും എൻ്റെ സഹോദരങ്ങളോടും എപ്പോഴും പറയുന്ന കാര്യം, നമ്മുടെ കാര്യമല്ല അത്. നമ്മളെ ഭരിക്കേണ്ട ആത്മാവ് സ്നേഹത്തിന്റെയും ക്ഷമയുടെയും ആത്മാവ്. അപ്പോൾ ഈ ബൊവനെർഗസ് എന്ന പേര് ഇവർക്ക് നൽകാനുണ്ടായ സാഹചര്യം നമ്മൾ ഏകദേശം ഒന്ന് കർത്താവ് അത് മുൻകണ്ടു. കർത്താവ് അത് മുൻകണ്ടിട്ട് തെരഞ്ഞെടുത്തപ്പോ തന്നെ മുൻകൂട്ടി അവർക്ക് പേര് കൊടുത്തു. ഇവര് ബൊവനെർഗസ് ആണ്, ഇടിമക്കൾ ആണ്. കർത്താവിന്റെ 12 അപ്പസ്തലന്മാരിൽ ഒരുവനായിരുന്നു യോഹന്നാൻ. അടുത്ത് അദ്ദേഹത്തെ കുറിച്ചുള്ള നമ്മൾ എഴുതി വന്നപ്പോൾ യേശു ക്രിസ്തുവിനെ ദൈവകുഞ്ഞാടായി അംഗീകരിക്കാൻ യോഹന്നാൻ സ്നാപകരിൽ നിന്ന് സാക്ഷ്യം കിട്ടി. 2 സെബദി പുത്രന്മാരിൽ ഒരുവനായി, അമ്മയുടെ പേര് ശലോമ എന്നായി. ഇവർക്ക് 2 പേർക്കും അദ്ദേഹം ഉൾപ്പെടെയുള്ള സഹോദരന്മാർക്ക് യേശു ക്രിസ്തു മാറ്റിയിട്ട പേരാണ് ബൊവനെർഗസ് അഥവാ ഇടിമക്കൾ. ഏറ്റവും ഇപ്പോൾ ഒടുവിൽ ഇങ്ങനെ പറഞ്ഞ് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. 9 മണിക്ക് നമ്മൾക്ക് നിർത്തണമല്ലോ. ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് ഒരു കാര്യം കൂടെ, അപ്പസ്തലന്മാരിൽ ഒരുവനാണ് എന്ന് മാത്രമല്ല, കർത്താവിന്റെ അന്തർവൃത്തത്തിലെ അപ്പസ്തലന്മാരിൽ ഒരുവനായി, 3 പേരിൽ ഒരുവനായി, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഞാൻ എന്താ ഈ പറഞ്ഞെന്നറിയാമോ? ഒരു കാര്യം ഇവിടെ ഒന്ന് സൂചിപ്പിച്ചോ. നമ്മുടെ കർത്താവിന് വിശ്വസിച്ച് എല്ലായിടത്തും കൊണ്ടുപോകുവാൻ കഴിയുന്നവരായി നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നെങ്കിൽ അതിൽ പരം വലിയ ഭാഗ്യം വേറെയില്ല. ഞാനിപ്പോ അധികം വിശദീകരിക്കുന്നില്ല. ഗെത്സമനയിലെ കാര്യം മാത്രം പറയാം. ഗെത്സമനയിലേക്ക് പോകുമ്പോ എത്ര പേരുണ്ടായിരുന്നു കർത്താവിന്റെ കൂടെ? തെറ്റിക്കാതെ ഉത്തരം പറയാം. ഗെത്സമനയിലേക്ക് പോകുമ്പോൾ യേശു ക്രിസ്തുവിന്റെ കൂടെ എത്ര പേരുണ്ടായിരുന്നു? അപ്പോസ്തലന്മാര് എത്ര പേരുണ്ടായിരുന്നു? 12 പേരുണ്ടായിരുന്നോ? 12 പേരില്ലായിരുന്നു അല്ലേ? യൂദാ ഇല്ലായിരുന്നു. 11 പേരുമായിട്ടാണ്. ആ 11 പേരിൽ 8 പേരെ ഗെത്സമന തോട്ടത്തിന്റെ വാതിൽക്കലിരുത്തി. അതിൽ 3 പേര് പത്രോസ്, യാക്കോബും യോഹന്നാൻ. അവര് 3 പേരെയും കൊണ്ട് കർത്താവ് ഈ തോട്ടത്തിനുള്ളിലേക്ക് പോയി. അവരെയും ഒരു സ്ഥലത്തിരുത്തിയിട്ട്, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് അവരെയും ഒരു സ്ഥലത്തിരുത്തിയിട്ട് ഒരു കല്ലേറ് ദൂരെ കർത്താവ് വാങ്ങിപ്പോയി. ഞാനൊരു വലിയ ആത്മീക സത്യം പറയട്ടെ. കർത്താവ് തൻ്റെ
ഏറ്റവും അടുത്തിരിക്കാൻ കർത്താവ് നിയോഗിച്ചത് ഈ 3 അപ്പോസ്തലന്മാരെ. എന്നാൽ ഓർക്കണം, ഇവരിൽ നിന്നും കർത്താവ് ഒരു കല്ലേറ് ദൂരെയാണ്. ഞാൻ എന്തായി പറഞ്ഞതിന്റെ അർത്ഥം അറിയാമോ? ലോകത്തിലെ ഏതു വലിയ ആത്മീകനും പിന്നെയും ഒരു കല്ലേറ് ദൂരം നടന്നെങ്കിലേ യേശു ക്രിസ്തുവിന്റെ അടുത്തെത്താൻ കഴിയും. കേട്ടോ? എത്ര വലിയ തികഞ്ഞ ഭക്തനാണ്, പിന്നെയും ഒരു കല്ലേറ് ബാക്കിയുണ്ട്. എന്നാൽ നമുക്ക് ആഗ്രഹിക്കാം, എനിക്ക് എൻ്റെ കർത്താവിനെ പോലെ ആകണം. യോഹന്നാൻ അപ്പോസ്തലനിൽ നിന്ന് നമ്മൾ പഠിച്ച അനുഗ്രഹീതമായ പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ക്ലാസ് സംബന്ധിച്ച എല്ലാവർക്കും നന്ദി. 9 മണിയാകുന്നു. വളരെ വേഗം നമ്മൾക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം, സ്തോത്രം. രാജു മൈക്കിൾ സാർ കൺക്ലൂഡ് ചെയ്ത് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കർത്താവിന്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ ദൈവവചനത്തിന്റെ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് ആഴമേറിയ ജീവിതത്തിൽ ഒരിക്കൽ പോലും എൻ്റെ അനുഭവത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ട് 27 കൊല്ലമായി ചില ഭാഗങ്ങൾ ഒരിക്കൽ പോലും കേൾക്കാത്ത ചില ആഴമേറിയ സത്യങ്ങൾ കർത്താവിന്റെ ദാസനിൽ നിന്ന് എനിക്ക് കേൾക്കുവാൻ ഇടയായി തീർന്നു. ക്രൂശിക്കപ്പെടുന്ന ആ യേശുവിനെ കുറിച്ച് സ്നാപക യോഹന്നാൻ പറഞ്ഞ ഇതാ ലോകത്തിന്റെ പാപങ്ങൾ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, അത് വെളിപ്പാട് വരെയും യോഹന്നാൻ അത് എഴുതുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന ആ ഭാഗങ്ങൾ കർത്താവിന്റെ ദാസൻ ആ കുഞ്ഞാടിന്റെ കല്യാണം വരെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ ഭാഗം എടുത്തെഴുതുവാൻ ദൈവത്തെ, യേശുവിനെ അധികം സ്നേഹിക്കുന്ന ആ ഒരു ചില ഭാഗങ്ങളൊക്കെ കേൾക്കുവാൻ വളരെ ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കൊക്കെ എല്ലാവർക്കും വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവവചനം പഠിപ്പിക്കുവാൻ കർത്താവിന്റെ ദാസന് ഇടയാക്കുന്നതിന് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ചില നിമിഷങ്ങളായിരുന്നു. നിങ്ങൾ എന്നോട് അടുത്തു വരുവിൻ, ഞാൻ നിങ്ങളോടും അടുത്തു വരാം എന്ന് പറഞ്ഞ കർത്താവെ, ഈ ഓൺലൈനിലൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്റെ ദാസീദാസന്മാരായ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവെ ഞങ്ങൾക്ക് ഭാഗ്യം തന്നല്ലോ. ആഴമേറിയ ദൈവിക സത്യങ്ങൾ അങ്ങയുടെ ദാസനിലൂടെ കേൾക്കുവാൻ ദൈവം അവസരം ഒരുക്കിയതിൽ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിന് യോഹന്നാനെ പോലെ താഴ്മ ധരിച്ചുകൊണ്ട് കർത്താവിനെ മാത്രം ഉയർത്തിക്കാട്ടുന്ന അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കർത്താവേ, ഹല്ലേലൂയ. സ്നാപകൻ പറഞ്ഞതുപോലെ ഞാനോ കുറയണം, നീയോ വളരണം. ഞങ്ങളുടെ ജീവിതകാലത്ത് അന്ത്യം വരെ അങ്ങയെ ഉയർത്തിക്കൊണ്ട് അങ്ങയെ മാത്രം ഞങ്ങളിലൂടെ കാണുന്ന അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കർത്താവെ, നല്ല വചനങ്ങൾ കേൾക്കുവാൻ ദൈവം ഭാഗ്യമൊരുക്കിയല്ലോ. അതിനായി അങ്ങയുടെ ദാസന് വെളിപ്പെടുത്തി കൊടുത്ത അനുഗ്രഹിക്കപ്പെട്ട ആഴമേറിയ ദൂതുകൾക്കായി, മർമ്മങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിനും അനുഗ്രഹത്തിനും അപ്പോൾ തന്നെ മറ്റുള്ളവരുടെ അനേകർക്ക് ഞങ്ങൾ മുഖാന്തരം ഒരു അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഉപയോഗിക്കുമാറാകണം എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസൻ വചനം പറയുവാൻ, പഠിപ്പിക്കുവാൻ ഇത്രയും കർത്താവ് സഹായിച്ചല്ലോ. അങ്ങയുടെ ദാസനെ വീണ്ടും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ മീറ്റിംഗിൽ നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസൻ മറ്റ് പങ്കെടുത്ത എല്ലാ ദൈവമക്കളെയും, ദൈവദാസന്മാരെയും ദാസിമാരെയും എല്ലാവരെയും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമാക്കുന്നത് കൊണ്ട് സ്തോത്രം. വളരെ പ്രത്യാശയോടെ, ഉണർവോടെ, ആത്മീക സന്തോഷത്തോടെ ഞങ്ങൾ കടന്നു പോകുന്ന കർത്താവെ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. എപ്പോഴും കർത്താവിനെ ധ്യാനിച്ചും സ്തുതിച്ചും സ്തോത്രം ചെയ്തും ഞങ്ങളുടെ ജീവിതത്തിൽ മുന്നേറുവാൻ ദൈവം ഇടയാക്കണം എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു, താഴ്ത്തി ഏൽപ്പിക്കുന്നു. അടുത്ത ആഴ്ചയിൽ ഞങ്ങൾ ക്ലാസ്സിൽ മടങ്ങി വരും വരെയും കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും സൂക്ഷിക്കണമേ. എണ്ണത്തിൽ ഒന്നുപോലും കുറയാതെ എല്ലാവരെയും അവിടുന്ന് കാക്കുമാറാകണം എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. സകലവും ഞങ്ങൾക്കായി ജീവനെ തന്ന യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപ നീ കേൾക്കുമാറാകണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.